الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതം പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ തഖ്വയുള്ളതാക്കി തീർക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വീടുകളിലും വിജയിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് പല പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നു, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്ത്യയിലെ മുസൽമാന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും നിർബന്ധിപ്പിച്ചുകൊണ്ടോ രാജ്യസ്നേഹികളായാൽ മാത്രമേ ഇവിടെ നിൽക്കാവൂ എന്ന് ആക്രോശിക്കുന്നത് കൊണ്ടോ അല്ല. ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണാണ്, നമ്മുടെ മുൻഗാമികൾ നേടിയെടുത്തിട്ടുള്ള മണ്ണാണ്, നമ്മൾ ജനിച്ചു വീണ മണ്ണാണ്. അതുകൊണ്ട് ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്.
ഈ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം ഇവിടുത്തെ മണ്ണും കല്ലും അതിനെ സ്നേഹിക്കുക എന്നുള്ളതല്ല. ഈ രാജ്യത്ത് നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അവരെ നമ്മൾ മനുഷ്യത്വപരമായി അവരോട് നിലകൊള്ളുന്നു. ഈ രാജ്യത്തെ എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം, അതുപോലെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറയും, അതിനകത്തുള്ള 389 മെമ്പർമാരുണ്ടായിരുന്നു. ആ മെമ്പർമാരെന്ന് പറയുന്നത് എല്ലാ വീക്ഷണ കോണുകളിലും പെട്ട, മതവിഭാഗത്തിൽപ്പെട്ട, ഒരു മതത്തിലല്ല പല മതങ്ങളിലും പെട്ട പണ്ഡിതന്മാർ, അതുപോലെ തന്നെ സാമൂഹ്യ ചിന്തകന്മാർ, തത്വശാസ്ത്ര മേഖലകളിലുള്ള ആളുകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള രംഗങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സഭയായിരുന്നു അവർ. ആ സഭ 2 വർഷവും 11 മാസവും 18 ദിവസവും നിരന്തരമായ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നത്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, നമ്മൾ അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വെറുതെ ഒരു ഭംഗിവാക്ക് പറയുകയല്ല. നമ്മളൊക്കെ ഖുർആനിൻ്റെ അനുയായികളാണ്, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ അനുയായികളാണ്. അതേ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വളരെ മർമ്മപ്രധാനമായ അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് സന്തോഷം നൽകുന്നു. ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്, അത് നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സൗഹാർദ്ദവുമാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ കാമ്പാണ് എന്നുള്ളതാണ്. നീതി എന്നുള്ള സംഗതി നമുക്കറിയാം. ഇസ്ലാം എത്രമാത്രം അതിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത്. എന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്? എൻ്റെ മകൾ ഫാത്തിമയെങ്ങാനും മോഷ്ടിച്ചാൽ അവളുടെ കരം ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. അത്രമാത്രം നീതിയുടെ, കണിശമായ നീതിയുടെ മതമാണ് ഇസ്ലാം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ, അതിൻ്റെ 112-ാമത്തെ വചനം. ആ വചനത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതായത്, ഒരിക്കൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ജൂതനായ മനുഷ്യന്റെ ഒരു പടയങ്കി മോഷ്ടിച്ചു. ആളുകൾ വിചാരിച്ചു ഈ ജൂതന്റെ പടയങ്കി മോഷ്ടിച്ചത് മറ്റു ജൂതന്മാരായിരിക്കാം. കാരണം മുസ്ലിങ്ങൾ ഒന്നും അങ്ങനെ ചെയ്യുകയില്ല. ജൂതന്മാരുടെ ഒരു സ്വഭാവവും അവരുടെ ഒരു രീതിയുമാണ് കള്ളവും ചതിയും ഇതുപോലെ മോഷണവും ഒക്കെ. അങ്ങനെ പ്രവാചകന്റെ അടുക്കൽ ഈ വിഷയം വന്നപ്പോൾ നബിയും സ്വഹാബികൾ പലരും ഒക്കെ കരുതി ജൂതനായിരിക്കാം ഇങ്ങനെ മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. എപ്പോഴാണ് ആയത്ത് ഇറങ്ങുന്നത്? ആരാണ് മോഷ്ടാവ് എന്നറിയാൻ വേണ്ടി വ്യാപകമായ തെരച്ചിലുകൾ നടന്നു, അന്വേഷണങ്ങൾ നടന്നു. അങ്ങനെ മോഷ്ടാവായ മുസ്ലിം പിടിക്കപ്പെടും എന്നുള്ള ഘട്ടം വന്നു. അദ്ദേഹം അത് ഏറ്റുപറയുകയാണ് ഉണ്ടായത്. പരിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 112-ാമത്തെ വചനത്തില് അല്ലാഹു തആല പറയാണ്, വമൻ യക്സിബ് ഖതീഅതൻ ഔ ഇസ്മൻ, ആരെങ്കിലും ഒരു തെറ്റോ കുറ്റമോ സമ്പാദിച്ചു എന്നിട്ടോ സുമ്മ യർമി ബിഹി ബരീആ, ഈ തെറ്റോ കുറ്റമോ ഒക്കെ സമ്പാദിച്ചിട്ട് ഒന്നും അറിയാത്ത ഒരു നിരപരാധിയുടെ മേൽ അത് ആരോപിച്ചാൽ, ഒരാൾ തെറ്റ് ചെയ്യാം എന്നിട്ട് ആ തെറ്റെന്ത് ചെയ്യാം, മറ്റൊരാളുടെ മേൽ, നിരപരാധിയുടെ മേൽ അത് ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ഫഖദ് ഇഹ്തമല ബുഹ്താനൻ
വഇസ്മൻ മുബീന, അവൻ വലിയൊരു കള്ളമാണ് വഹിക്കുന്നത് എന്ന് മാത്രമല്ല പ്രത്യക്ഷമായിട്ടുള്ള ഗുരുതരമായ ഒരു പാപമാണ് അവൻ പേറുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അപ്പോ സഹോദരങ്ങളെ, നീതിയുടെ മതമാണ്. നിങ്ങൾ നോക്കൂ, മുസ്ലിം അല്ലേ നമുക്ക് അവന്റെ ഭാഗത്ത് നിൽക്കാം എന്നുള്ളതല്ല, മറിച്ച് നീതിയുടെ ഭാഗത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടത്. പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ അതിന്റെ 8-ാമത്തെ സൂക്തം പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ് ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകുന്ന നിലയിൽ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറുക എന്നുള്ളതാണ്. നീതിക്ക് സാക്ഷ്യം വഹിക്കുക, അതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. ഒന്നുകൊണ്ട് ഗ്യാപ്പിലേക്കൊന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വരുന്ന ആളുകൾക്ക് ശരിക്കിരിക്കാം. അപ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ നീതി പാലിക്കുക, അതാണ് സൂക്ഷ്മതയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര വചനങ്ങളാണ് നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സമുദായത്തെക്കാൾ, സ്വന്തം ബന്ധുക്കളെക്കാൾ അവന് സത്യവും ന്യായവും നീതിയുമാണ് വലുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നെയോ രണ്ടാമത്, ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള വിശ്വാസം, മതം സ്വീകരിച്ച് ജീവിക്കാം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നതാണ്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ 29-ാമത്തെ വചനം, വഖുൽ നബിയേ പറയുക, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഹഖ് സത്യം, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നാകുന്നു. ഫമൻ ശാഅ ഫൽയുമിൻ, ഉദ്ദേശിക്കുന്നവൻ, ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ. വമൻ ശാഅ ഫൽയക്ഫുർ, ഇനിയോ ഇഷ്ടമില്ലാത്തവൻ അവിശ്വസിക്കട്ടെ. ഇതാണ് ഇസ്ലാം. വിശ്വാസ സ്വാതന്ത്ര്യം നൽകുകയാണ്. പക്ഷേ സത്യവിശ്വാസം സ്വീകരിച്ചാൽ അവന് സ്വർഗമുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചുകൊണ്ട് ഖുർആനിൽ പറയുന്ന ഒരു തത്വത്തിന്റെ ഒരു സൂചന മാത്രമാണ്. എന്താണത്? വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, നിന്റെ റബ്ബ് വിചാരിച്ചിരുന്നുവെങ്കിൽ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാവരും മുഅ്മിനീങ്ങളാകുമായിരുന്നു. പല മതങ്ങളോ വിശ്വാസക്കാരൊന്നുമല്ല, എല്ലാവരും മുസ്ലിങ്ങളാകുമായിരുന്നു. പക്ഷെ അങ്ങനെ റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് അഫ അൻത തുക്രിഹു നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, എന്നിട്ട് ജനങ്ങളെല്ലാം സത്യവിശ്വാസികളാകുവാൻ വേണ്ടി നീ അവരെ നിർബന്ധിപ്പിക്കുകയാണോ, അവരെ ശാസിക്കുകയാണോ എന്നുള്ളതാണ്. സൂറത്ത് യൂനുസ് 99-ാമത്തെ വചനമാണ്. അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മുസ്ലിം ആയാൽ മതി എന്നുള്ളതാണ്. ഒരാളെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിൽ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളത്. അഥവാ വിശ്വാസ സ്വാതന്ത്ര്യം, അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? സമത്വം. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വം ഉണ്ടല്ലോ, അത് പരിശുദ്ധ ഖുർആൻ വളരെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്ത് 13 പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള വർഗ്ഗങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കിയിട്ടുള്ളത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്നവരാണ് അല്ലാഹുവിന്റെ അടുക്കല് ഏറ്റവും ആദരിക്കപ്പെടുന്ന ആളുകൾ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു തആല സസൂക്ഷ്മമായി അറിയുന്നവരാണ്.
വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് ഒരു സമത്വത്തെ അറിയിക്കുന്ന, എല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളത്. ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞതാണ്, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബകും വാഹിദ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവ് ഏകനാകുന്നു. അലാ, നിങ്ങൾ അറിയുവിൻ, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ, അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒരു പ്രാധാന്യവുമില്ല. വലാലി അഹ്മറ അലാ അസ്വദ വലാലി അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിത്തഖ്വാ, കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു പ്രത്യേകതയുമില്ല അള്ളാഹുവിന്റെ അടുക്കൽ. നിറത്തിന്റെ, ഭാഷയുടെ, വേഷത്തിന്റെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മഹിമയുമില്ല എന്നുള്ളതാണ്. ഇല്ലാ ബിത്തഖ്വാ, തഖ്വ കൊണ്ടല്ലാതെ, ഭക്തി കൊണ്ടല്ലാതെ എന്നുള്ളതാണ്. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അഥവാ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന്റെ അടുക്കലെല്ലാം തുല്യരാണെന്ന സമത്വം, അതാണ്. ഇനിയോ സൗഹാർദ്ദം, എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ് എന്ന് നമ്മുടെ ഭരണഘടന പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇസ്ലാം അതിന്റെ മുമ്പേ അത് പറഞ്ഞു. ഇസ്ലാം പഠിപ്പിക്കുന്നത് വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന്റെ ഏകോദര സഹോദരങ്ങളായി മാറുക. പരസ്പരം അസൂയ കാണിച്ചും പരസ്പരം കോപിച്ചും പരസ്പരം ബന്ധങ്ങൾ വിച്ഛേദിച്ചും കഴിയേണ്ടവരല്ല നിങ്ങൾ. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ ഏകോദര സഹോദരങ്ങളായിട്ട് മാറുക എന്നാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ 3 ദിവസത്തെക്കാളേറെ പിണങ്ങാൻ പാടില്ല. അഥവാ മനുഷ്യരല്ലേ, പിണങ്ങാണെങ്കിൽ പോലും 3 ദിവസത്തെക്കാൾ പിണങ്ങാൻ വേണ്ടി പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോ ഈ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ മുസൽമാന്മാർക്ക് അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു സംരക്ഷണ കവചം തന്നെയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ ഉള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന അതിനോടുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അത് അഭേദ്യമാണ്, വളരെ ആഴമേറിയതാണ്. ഇന്നിപ്പോ രാജ്യസ്നേഹം കെട്ടിഘോഷിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് ഒന്നും അഭിമാനിക്കാനായിട്ടില്ല. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് രക്തം നൽകിയവരാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളുടെ മുൻഗാമികൾ ഈ രാജ്യത്തിന് വേണ്ടി രക്തം നൽകിയവരാണ്, ജീവൻ നൽകിയവരാണ്, സമ്പത്ത് നൽകിയവരാണ്. അങ്ങനെ നേടിയെടുത്തതാണ് ഇന്ത്യ രാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരോട് 200 കൊല്ലം കാലഘട്ടം പോരാട്ടം നടത്തി എന്നുള്ളത് മാത്രമല്ല, അതിനു മുമ്പുള്ള കാലഘട്ടം നിങ്ങൾ ആലോചിക്കുക. ഡച്ചുകാരോട്, പോർച്ചുഗീസുകാരോട് ഒക്കെ പടപൊരുതുന്നതിൽ മുസ്ലിം സമൂഹം വളരെ കഠിനാധ്വാനം നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ അവര് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കേണ്ടുന്ന ആളുകളാണ്. പക്ഷേ എല്ലാ മൂല്യങ്ങളും അവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖപൂരിതമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഭരണഘടനയുടെ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കലുഷിതമായിട്ടുള്ള സാഹചര്യം, അതിലെ മുസ്ലിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ കടുത്ത പരീക്ഷണത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിരാശപ്പെടുത്തുന്ന സംഗതികളുണ്ടെങ്കിലും നമ്മൾ നിരാശരാവരുത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നാണ്. സൂറത്തുൽ ഹിജ്റിന്റെ 56-ാമത്തെ വചനം. അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ദുർമാർഗികളല്ലാതെ നിരാശരാവുകയില്ല എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ലോകത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് ഇതിനേക്കാൾ ഇപ്പോ പള്ളി പൊളിച്ചു, ഇസ്ലാമിക സ്തംഭങ്ങൾ തകർക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ
മുസ്ലിം പേരുള്ള നഗരങ്ങളുടെ ആ പേരുകൾ പോലും മാറ്റുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് ചെയ്ത സംഭാവനകള് എല്ലാം വിസ്മരിപ്പിക്കുന്ന, വരുന്ന തലമുറകൾ ഒരിക്കലും ഓർക്കാൻ പോലും സാധ്യതയില്ലാത്തവണ്ണം ആക്കി തീർക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അക്രമികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ആ ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും അള്ളാഹു ഇത് കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. പരിശുദ്ധ ഖുർആന്റെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം അതിന്റെ 42-ാമത്തെ വചനം ഒന്ന് മനസ്സിലാക്കുക. വലാ തഹ്സബന്നല്ലാഹ ഗാഫില അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു ശ്രദ്ധയില്ലാത്തവനാണ് എന്ന് നീ വിചാരിക്കരുത്. അല്ലാഹ് കാണുന്നില്ല എന്ന് കരുതരുത്. അല്ലാഹ് കാണുന്നുണ്ട്. അല്ലാഹ് അക്രമികളെ വെറുതെ വിടുകയില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹി അബ്സ്വാർ. പിന്നെ എന്തുകൊണ്ടാണ് ഈ അക്രമികൾക്ക് ഉടനടി ശിക്ഷ നൽകാത്തത്? അത് കണ്ണുകൾ ആ ഖിയാമത്ത് നാളിലെ ഭീകരമായ സംഭവങ്ങൾ കൊണ്ട് കണ്ണുകൾ തള്ളിപ്പോകുന്ന ആ ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിൽ ശിക്ഷ നൽകുന്നതിന് വേണ്ടി അവർക്കുള്ള ആ ശിക്ഷ നീട്ടിവെച്ചിരിക്കുക മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതിനേക്കാൾ വലിയ അക്രമികള് ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. ഫിർഔനിനെ കുറിച്ച് എത്രയാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. സൂറത്തുൽ ഖസസിലെ 4-5 വചനങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു തആല പറയുകയാണ്, ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. എന്തുകൊണ്ടാണ് ഫിർഔനിന്റെ ചരിത്രമൊക്കെ പറയുന്നത് ഖുർആൻ? അതിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഞാനാണ് ഇലാഹ്, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഫിർഔൻ. അദ്ദേഹത്തിന്റെ പരിണിതി എങ്ങനെയായിരുന്നു? അതാണ് ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. ഭൂമിയിൽ നിശ്ചയം ഫിർഔന് ഗർവ് കാണിച്ചു, അഹങ്കാരം കാണിച്ചു, ഔന്നിത്യം പ്രകടിപ്പിച്ചു. വജഅല അഹ്ലഹാ ശിയഅ. ആ നാട്ടുകാരെ അദ്ദേഹം എന്ത് ചെയ്തു? വ്യത്യസ്ത കക്ഷികളാക്കി. ഇന്നിപ്പോ വർഗീയ ധ്രുവീകരണം നടത്തുന്നുണ്ടല്ലോ, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഫിർഔൻ ചെയ്തത് എന്ന് ഖുർആൻ പറയാ. എന്നിട്ടോ യസ്തൽഇഫു ത്വായിഫതൻ മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗത്തെ അടിച്ചമർത്തി ദുർബലപ്പെടുത്തി എന്നാണ്. യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ ആൺമക്കളെ കൊന്നൊടുക്കി. വയസ്തഹി നിസാഅഹും, അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിട്ടു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അദ്ദേഹം നാശകാരികളിൽപ്പെട്ടവനായിരുന്നു എന്നാണ്. എന്നാൽ അല്ലാഹു എന്താ ചെയ്യുന്നത്? വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുൽഇഫു ഫിൽ അർള്, ഭൂമിയില് അടിച്ചമർത്തപ്പെട്ട ദുർബല ജനവിഭാഗങ്ങളോട് ഔദാര്യം കാണിക്കുവാൻ, അവർക്ക് അനുഗ്രഹം ചൊരിയുവാൻ നാം ഉദ്ദേശിക്കുന്നു. വനജഅലഹും അഇമ്മതൻ, അവരെ നേതാക്കന്മാരാക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. വനജഅലഹുൽ വാരിസീൻ, അനന്തരാവകാശികളാക്കുവാൻ നാം ഉദ്ദേശിക്കുന്നു എന്ന് അല്ലാഹു പറയാ. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നാണ് ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്. ചില ആളുകൾ പറയുന്നു, ഈ പള്ളി പൊളിക്കുമ്പോൾ, ഈ അക്രമങ്ങൾ കാണിക്കുമ്പോൾ ഇതേ രീതിയിൽ അവരോട് തിരിച്ചടിക്കണം എന്ന് ചില ആളുകൾ പറയുന്നു. സഹോദരങ്ങളെ, ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം ജനവിഭാഗം ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ പിൻപറ്റുകയാണ്. ഖുർആൻ എന്താ പറയുന്നത്? വലാ തസ്തവിൽ ഹസനതു വലസ് സയ്യിഅ, നന്മയും തിന്മയും അത് തുല്യമല്ല, സമമാവുകയില്ല. തിന്മയെ ഏറ്റവും നല്ലത് കൊണ്ട് ആ തിന്മയെ നിങ്ങൾ തടയണം. എന്നാലോ നിന്റെയും ഏതൊരുത്തന്റെയും ഇടയിൽ ശത്രുതയുണ്ടോ അവൻ ഒരുറ്റ ബന്ധുവിനെ പോലെ ആയിത്തീരും എന്നാണ്. അപ്പോ തിന്മയെ നന്മ കൊണ്ട് തടുക്കാനാണ്, ഏറ്റവും നല്ലത് കൊണ്ട് തടുക്കാനാണ് ഖുർആൻ പറയുന്നത്. ഇന്നൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ നിരാശരാവാതെ
ക്ഷമാപൂർവം അതോടൊപ്പം തവക്കുൽ ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദർശത്തില് വിട്ടുവീഴ്ച ചെയ്യാതെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുസ്ലിം നേതാക്കന്മാരുടെ ചരിത്രം എന്താണ് പഠിപ്പിക്കുന്നത്? മഹാനായിട്ടുള്ള ഷാ വലിയുല്ലാഹ് അദ്ദഹ്ലവി ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്, അതുപോലെ തന്നെ അഹമ്മദ് സർഹിന്ദ്, അതുപോലെ തന്നെ ഇമാമുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൗലാന അബുൽ കലാം ആസാദ്, അവരൊക്കെ എന്താ ചെയ്തത്? അവര് ഈ രാജ്യത്തെ കൊള്ളയടിക്കാനും വന്ന, അടിച്ചമർത്തി ഭരിക്കാനും വന്ന ബ്രിട്ടീഷുകാരോട് പോരാടി. ആ പോരാട്ടം മാത്രമല്ല അവർ നിർവഹിച്ചത്, അതോടൊപ്പം ഷിർക്കിനെതിരെ, ബഹുദൈവ വിശ്വാസത്തിനെതിരെ, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ഏകദൈവ വിശ്വാസത്തിലേക്ക്, ഖുർആനിലേക്ക്, തിരുസുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി എന്നുള്ളതാ. ഇപ്പോഴും നമ്മൾ തൗഹീദ് പറയുമ്പോൾ, ഷിർക്കിനെതിരെ സംസാരിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ട്. എന്താ അറിയോ? ഈ സന്ദർഭത്തിലാണോ നിങ്ങൾ തൗഹീദ് പറയുന്നത്? ഈ സന്ദർഭത്തിലും നമ്മൾ തൗഹീദ് പറയണം. എല്ലാ സന്ദർഭത്തിലും നമ്മൾ തൗഹീദ് പറയേണ്ടതുണ്ട്. ഷിർക്കിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, അവരുടെയൊക്കെ കിതാബുകളില് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇമാം ഷാ വലിയുല്ലാഹ് അദ്ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയില്, അതുപോലെ തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ മൗലാന അബുൽ കലാം ആസാദിന്റെ ഖുർആൻ വ്യാഖ്യാനം, അതിനകത്തൊക്കെ ഇങ്ങനെയുള്ള ഷിർക്ക് ബിദ്അത്തുകൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവർ ഒരേ സമയം ഈ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ പോരാടി, അതോടൊപ്പം മുസ്ലിങ്ങൾക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി എന്നുള്ളതാ. ആ ഒരു ആദർശം നമ്മൾ ഒരിക്കലും കൈപിടിയാനായിട്ട് പാടുള്ളതല്ല. അതാണ് അംബിയാ മുർസലീങ്ങളും കാലാകാലങ്ങളിൽ ചെയ്തു വന്നത് എന്ന് 21-ാം അധ്യായം 25-ാമത്തെ സൂക്തം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. പരിശുദ്ധനായ റബ്ബ് നമുക്കെല്ലാവർക്കും, അതുപോലെ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, ശാന്തിയുള്ള ഒരു കാലഘട്ടം, ഒരു ഭാവി പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അമ്മാ ബഅദ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാകണമെങ്കിൽ, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇപ്പം റജബ് മാസത്തിലാണല്ലോ നമ്മൾ. പല ആളുകളും ഈ റജബ് മാസത്തിൽ, പ്രത്യേകിച്ച് റജബ് 27-ന് അന്ന് മിഅ്റാജ് രാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിഅ്റാജ് നോമ്പ് നോൽക്കുന്ന ഒരു പ്രവണതയുണ്ട്. നിങ്ങൾ നോക്കൂ, നോമ്പ് എന്നുള്ളത് ഇസ്ലാം പുണ്യമാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എന്നൊക്കെ നോമ്പ് നോൽക്കാം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റജബ് മാസത്തില് റജബ് 27-ന് മിഅ്റാജ് രാവാണെന്ന് നോമ്പ് നോക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, മിഅ്റാജ് പോയത് റജബ് 27-നാണ് എന്നുള്ളത് ഉറപ്പില്ല. മിഅ്റാജ് സംഭവം നടന്നിട്ടുണ്ട്, പക്ഷേ അത് എന്നാണ് നടന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ പറയുന്ന കാര്യം, ഇന്നഹു യൗമുൻ മുഖ്തലിഫുൻ ഫീ തഅയീനിഹി അലാ അഖ്വാലിൻ കസീറ. അതായത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളുടെ ആകത്തുക എന്ന് പറയുന്നത്, മിഅ്റാജിന്റെ ദിനം എന്ന് പറയുന്നത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതിന്ന ദിവസമാണ് എന്നുള്ളതിൽ ധാരാളം അഭിപ്രായങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മഹാനവറുകൾ പറയുന്നത് ബി അന്നഹാ തസീദു അലാ അശ്റത്തി അഖ്വാൽ, 10-ലധികം അഭിപ്രായങ്ങളുണ്ടെന്നാ.
ഒരു കൂട്ടർ റജബ് 27-നാണെന്ന് പറയുന്നു, വേറെ ചില ആളുകൾ റജബ് ആദ്യത്തിലാണെന്ന് പറയുന്നു, വേറെ ചില ആളുകൾ മുഹറത്തിലാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. അപ്പൊ ആ ദിവസം പോലും എന്നാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ദിവസം ഒരു നോമ്പും നബിയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നോമ്പ് നോൽക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അതിന് ഇപ്പോൾ തിങ്കളാഴ്ച നോമ്പ് നോക്കാം, വ്യാഴാഴ്ച നോമ്പ് നോക്കാം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി കൃത്യമായി പഠിപ്പിച്ചതാണ്. ഓരോ ചന്ദ്രമാസത്തിലും 13, 14, 15 ദിവസങ്ങൾ അന്ന് നമുക്ക് നോമ്പ് നോൽക്കാം. അപ്പോൾ അങ്ങനെ കൃത്യമായ സ്ഥിരപ്പെട്ട സുന്നത്തായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അല്ലാത്തവ നമ്മൾ വർജിക്കുക, തെറ്റായ കാര്യങ്ങൾ മാറി നിൽക്കുക. ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് വേണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവാനും അവിടുത്തെ ചര്യ മുറുകെ പിടിക്കുവാനും അവിടുത്തെ ചര്യയല്ലാത്തത് വർജിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നീ ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരീ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനായ നാഥ, അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ. അള്ളാഹുവേ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.